താങ്കൾ വാങ്ങിയ ഭൂമിയിൽ ഇത്രയും ഒരു ആരോപണം ഉയരുമ്പോൾ അത് മറുപടി പറയണേ, വിശദീകരിച്ചില്ലെങ്കിൽ താങ്കളുടെ പാർട്ടി കൂടി പ്രതിസന്ധിയിലാകില്ലേ? പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പൊക്കെ വരില്ലേ? വലിയ പ്രതിസന്ധിയില്ലേ? താങ്കൾ എന്തുകൊണ്ടാണ് പറയാത്തത്? വിശദീകരണമോ മറുപടിയോ ഉണ്ടോ? പ്രസിഡന്റ് അല്ലല്ല, റിപ്പോർട്ടറിന് മറുപടി പറയില്ല എന്ന് വളരെ വ്യക്തമായി കഴിഞ്ഞു. മറ്റു മാധ്യമ പ്രവർത്തകർ അവർക്ക് മറുപടി കൊടുത്തോളാം. നിങ്ങൾ അവിടെ ഇരുന്ന മാധ്യമ പ്രവർത്തനം തന്നെയല്ലേ അഴിമതിയുടെ രേഖകളടക്കം പുറത്തു വരുമ്പോൾ എന്തിനാണ് ഭയപ്പെടുന്നത്? താങ്കളോടല്ല, അധ്യക്ഷനോടാണ്. അധ്യക്ഷന്റെ വാർത്താ സമ്മേളനമാണ്. താങ്കളോട് സംസാരമില്ല. പ്രസിഡന്റ് BJP പോലും പ്രതിസന്ധിയിലാവുന്ന തരത്തിലുള്ള ഗുരുതര ആരോപണങ്ങളാണ്. ലോകായുക്തയിൽ ഇപ്പോഴും പരാതി, അതിൽ തീർപ്പ് കൽപ്പിച്ചില്ല. എന്തുകൊണ്ടാണ് താങ്കൾ മറുപടി പറയാത്തത്? റിപ്പോർട്ടർ ഒഴികെയുള്ള മറ്റു മാധ്യമങ്ങൾക്ക് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഈ ആരോപണം കർണാടക നിയമസഭയിൽ ഉൾപ്പെടെ ഉയർന്നതാണ്. രാജീവ് ജി, എന്തുകൊണ്ടാണ് മറുപടി പറയാൻ ഭയക്കുന്നത്? താങ്കൾ എന്താണ് ചോദ്യങ്ങൾക്ക് മുന്നിൽ മറുപടി പറയാതെ മടങ്ങുന്നത്? ഇങ്ങനെ എന്തിനാണ് ഭയപ്പെടുന്നത് താങ്കൾ ചോദ്യങ്ങളെ? 313 കോടി താങ്കൾ കട്ടെടുത്തെന്നാണോ? രാജീവ് ചന്ദ്രശേഖർ, താങ്കൾ ഈ പണം കട്ടെടുത്തോ? താങ്കൾ പണം കട്ടെടുത്തോ? ഏതാണ്ട് 313 കോടിയോളം കട്ടെടുത്തെന്ന് അഭിഭാഷകൻ ആരോപിക്കുന്നു. എന്താണ് മറുപടി? താങ്കൾക്ക് ഭയമാണോ? ചോദ്യങ്ങൾക്ക് മുന്നിൽ ഭയമാണോ താങ്കൾക്ക്? BJP സംസ്ഥാന അധ്യക്ഷനല്ലേ, എന്തിനാണ് ഭയപ്പെടുന്നത്?